നിയമത്തെ തോൽപ്പിക്കാൻ നടക്കുന്ന പോലീസുകാരുള്ളപ്പോൾ എങ്ങനെയാണ് ഈ നാട് നന്നാവുക? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പോലീസ് മുറ അത്യന്തം അപകടകരമായ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നമുക്ക് മുന്നിൽ തെളിഞ്ഞതുമാണ്. അതിനെതിരെ കോൺഗ്രസ് പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ നേതാക്കന്മാരും ഇതിനെ വെറുതെ വിടില്ല എന്ന് ശപഥമെടുത്തു കഴിഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞതും അതുതന്നെയാണ്. ഒരു തെറ്റും ചെയ്യാതെയാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചത്. ദൃശ്യങ്ങൾക്കായി 2.5 വർഷം നടത്തിച്ചു. കള്ളക്കേസിൽ കുടുക്കാൻ നോക്കി, റൌഡി പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് വീട്ടുകാരെ മാനസികമായി ഉപദ്രവിച്ചു. ഇപ്പോഴും ഉപദ്രവമുണ്ട്. നിയമ നടപടി തുടരുമെന്ന് സുജിത്ത് പറഞ്ഞപ്പോൾ അതിന് തുണയേകുകയാണ് കോൺഗ്രസ്. 2023 ഏപ്രിൽ 5 രാത്രി 12:23 സുജിത്തിനെ സ്റ്റേഷനിൽ എത്തിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നും ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ സ്റ്റേഷനിൽ 8 വരെ വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. അന്നത്തെ SI ഉൾപ്പെടെ 5 പേര് ചേർന്ന് മർദ്ദനം ആരംഭിക്കുമ്പോൾ സമയം 12:30 നീ നേതാവ് കളിക്കണ്ട, ജീവിക്കാൻ അനുവദിക്കില്ല, പിന്നെ സഭ്യമല്ലാത്ത രീതിയിലുള്ള ചീത്തവിളികളും ക്യാമറയിൽ ഇല്ലാത്ത മുകളിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചതും പിറ്റേന്ന് വൈകിട്ട് 6 മജിസ്ട്രേറ്റ് മുന്നിൽ എത്തിക്കുന്നതുവരെയും പലപ്പോഴും മർദ്ദനം തുടർന്നിരുന്നു. പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമായിരുന്നു കേസ് പറഞ്ഞത്. മജിസ്ട്രേറ്റ് നിർദ്ദേശപ്രകാരം നടത്തിയ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതിന് തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അത് സുജിത്തിന് തുണയാക്കി. കേൾവിശക്തിക്ക് ഇപ്പോഴും പ്രശ്നമുണ്ട്. ഈ വിഷയത്തെ വെറുതെ വിടാൻ കോൺഗ്രസ് ഒരുക്കമല്ല. ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന സ്ഥിതിക്ക് പോലീസിനെതിരെ പടയൊരുക്കമാണ് KPCC നേതൃത്വത്തിൽ ആരംഭിച്ചത്. പോലീസിലെ തെമ്മാടിക്കൂട്ടങ്ങളെ വിലങ്ങടിയിക്കണമെന്നുമാണ് KPCCയുടെ പ്രധാന ആവശ്യം. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. സുജിത്തിന്റെ പരാതിയിൽ അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറെ സാക്ഷിയായിട്ട് വിസ്തരിക്കാൻ നോട്ടീസ് അയച്ചിട്ട് സമൻസ് അയച്ചിട്ട് അദ്ദേഹം സമൻസ് കൈപ്പറ്റിയിട്ട് 1 വർഷക്കാലം അദ്ദേഹം കോടതിയിൽ ഹാജരാകാതെ നിയമത്തെ തോൽപ്പിക്കാൻ ഈ കേസന്വേഷണം കോടതി നടത്തുന്ന ഈ അന്വേഷണത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ അസിസ്റ്റന്റ് കമ്മീഷണർ 1 വർഷക്കാലം കോടതിയിൽ ഹാജരാകാതിരുന്നു. അവസാനം സുജിത്തിന്റെ അപേക്ഷയിൽ കോടതിക്ക് ഇടപെട്ടുകൊണ്ട് SP വഴി വാറണ്ട് അയച്ചിട്ടാണ് അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണർ വന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണം സംബന്ധിച്ച കോടതിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിചാരണ അവിടെ നടത്തി, വിസ്താരം നടത്തി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുന്നംകുളം കോടതി, മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണ്, പ്രഥമ ദൃഷ്ട്യ അവരുടെ പേരിലുള്ള കുറ്റം നിൽക്കുന്നതാണ് എന്ന് കണ്ടിട്ടാണ് കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് അത് ഫയൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും കേരള സർക്കാർ ഈ കാര്യത്തിൽ തികച്ചും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ പരാതിക്ക് ഇടയാക്കിയ സംഭവങ്ങൾ, പരാതിയുടെ അടിസ്ഥാനം തെളിയിക്കുന്നതിന് വേണ്ടി സുജിത്ത് CCTV ദൃശ്യങ്ങളുടെ ഫുട്ടേജ് ആവശ്യപ്പെട്ടു. വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷകളെ എതിർക്കുകയും അത് കൊടുക്കാതിരിക്കാനുള്ള പല മുടന്തൻ ന്യായങ്ങളും പറയുകയാണ് ചെയ്തതെങ്കിലും അതിൽ സ്റ്റേറ്റ് കമ്മീഷന്റെ അടുത്ത് അപ്പീൽ പോയി. അങ്ങനെയാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ CCTV ദൃശ്യങ്ങൾ ഏതാണ്ട് 14 മിനിറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ വസ്ത്രം അഴിച്ചുമാറ്റി SIയും ക്രിമിനലുകളായ പോലീസുകാരും ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന, കരഞ്ഞു പോകുന്ന ദയനീയമായിട്ടുള്ള ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത്, ഇന്ന് പത്രങ്ങളിലൂടെ വായിച്ചത്. പല വാർത്താമാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടാണ് പോലീസിന്റെ നരനായാട്ടിനെ വിമർശിച്ചത് എങ്കിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്, മൗനം തുടരുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല. ഇത്ര മൃഗീയമായ കുറ്റം, ഇത്ര മൃഗീയമായ പീഡനം, ഒരു മനുഷ്യനെ ഇത്ര നിന്ദ്യമായിട്ട്, ക്രൂരമായിട്ട്, പൈശാചികമായിട്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച, അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഈ കുറ്റവാളികൾ പോലീസ് സേനയിൽ ഒരു അച്ചടക്കമുള്ള സേനയാണ്. അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ അവർ യോഗ്യരല്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നഗ്നമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. സുജിത്തിന് വന്നിട്ടുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് സർക്കാർ ഉത്തരവാദിയാണ്.
സുജിത്തിന് എത്ര സംഖ്യ നഷ്ടം കൊടുത്താലും ആ നഷ്ടം മതിയാവുന്നതല്ല. ഇറപ്പേറബിൾ ഇൻഷുറി, പരിഹരിക്കാൻ സാധിക്കാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും സർക്കാർ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് സുജിത്തിന്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിന്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഈ ക്രിമിനലുകൾക്കെതിരെ, ഈ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ ചെയ്ത കുറ്റത്തിന് ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും കേരള സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സുജിത്തിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ ധീരമായ പോരാട്ടം, നിയമ പോരാട്ടം, തൃശൂരിലെ കുന്നംകുളത്തെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണത്തോടെ ഈ നിയമയുദ്ധം, ഈ പോരാട്ടം, ധർമ്മത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിന്റെ മുൻപിൽ കേരള പോലീസിന്റെ യഥാർത്ഥ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നഗ്നമാക്കുന്നതിനെ, വ്യക്തമാക്കുന്നതിന് പോരാടിയ ഈ യുവ സ്നേഹിതൻ സുഹൃത്തിനെ, സുജിത്തിനെ ഞാൻ നന്ദിയോടെ അദ്ദേഹത്തിന്റെ എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും ജനാധിപത്യ വിശ്വാസികളും ഈ അനീതിക്കെതിരെയുള്ള സുജിത്തിന്റെ സമരത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. സുജിത്ത് ഒറ്റയ്ക്കല്ല. നിയമവാഴ്ച, അതിൽ വിശ്വസിക്കുന്ന മുഴുവൻ പേരും സുജിത്തിന്റെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണ അറിയിക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം, ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി അവരുടെ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനമെന്നാണ്. സുജിത്തിനെ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനമാണോ അല്ലയോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഉത്തരം പറയണം. സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഈ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ മാസം 10-ാം തീയതി ഓണത്തിന്റെയും ഉത്സവങ്ങളുടെയും അവധി കണക്കിലെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി സെപ്റ്റംബർ മാസം 10-ാം തീയതി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സംഗമം, കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും ജനകീയ പ്രതിഷേധ സംഗമം. ഇത്ര പൈശാചികമായ സംഭവം നടന്ന പ്രതികളെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിയമവിരുദ്ധമായി രക്ഷിക്കുന്ന ഈ നെറികെട്ട മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതിഷേധ ജനകീയ സംഗമങ്ങൾ നടത്താൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. തൃശൂരിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കും. സമരപരിപാടികൾക്ക് DCC നേരത്തെ തീരുമാനിച്ച സമരപരിപാടികൾ നടക്കും. ഞാൻ ഈ കാര്യത്തിൽ കേരളത്തിലെ നിയമവാഴ്ചയെ അംഗീകരിക്കുന്ന, ആഗ്രഹിക്കുന്ന, പോലീസിന്റെ ഉത്തരവാദിത്വം പൌരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നിയമപരിപാലനമാണ് പോലീസിന്റെ ഉത്തരവാദിത്വമെങ്കിൽ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് കുറ്റമാണ്. അതുണ്ടെങ്കിൽ അതിനൊരു കേസുണ്ട്. ശ്രമിച്ചു. 5 പേരാണ് ഇതിനകത്ത് പറഞ്ഞത്. CCTV-ലൊക്കെ അതായത് അവിടെ മൊത്തത്തിലുണ്ടായിരുന്നത് നഗരത്തിൽ 5 പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് 4 പേർക്കെതിരെയാണ് നിലവിൽ കേസ്. ഒരാൾക്ക് ഡിപ്പാർട്ട്മെന്റ് മാറിപ്പോയി. കേസിന്റെ സാങ്കേതികത്വം പരിശോധിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ശരിയായ അന്വേഷണം നടത്തിയാൽ 5 ആളെ പ്രതികളാക്കാം. ഈ കുന്നംകുളത്തെ പ്രതിഷേധ സംഗമം KPC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് 10-ാം തീയതി. അടക്കമുള്ള ആളുകൾ പറയുന്നത് നേരത്തെ അച്ചടക്ക നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ ഒരു നടപടിക്ക് സാധ്യതയില്ല. കോടതിയുടെ തീരുമാനമനുസരിച്ച് നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? ആ DIGയുടെ നിലവാരത്തിൽ അദ്ദേഹം ഉയരണം. ഇത്രയും നഗ്നമായിട്ടുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞ സ്ഥലത്ത് വാട്ട് ആക്ഷൻ ഹി ഹാസ് ടേക്കൺ ഐ ആസ്കിങ്, എന്ത് നടപടി സ്വീകരിച്ചു? DIG ഉത്തരം പറയണം. ജനങ്ങളെ കബളിപ്പിക്കാൻ DIG നിയമവാഴ്ചയുടെ ഭാഗമായിട്ടാണ് തൃശൂർ DIG പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് മാധ്യമങ്ങളോട്, ജനങ്ങളോട്, സുജിത്തിന് അതിന് മറുപടി കൊടുക്കണം.
അതുപോലെ വിഡ്ഢികളാക്കാൻ DIGക്ക് സാധ്യമല്ല. ഒരു കുറ്റത്തിന്റെ ആനുപാതികമായിട്ടായിരിക്കണം ശിക്ഷ. അറിയോ, തിയേറ്ററിൽ പുക വലിച്ചാൽ അതിന് ഇത്രയാ പൈസ, ബസ്സിൽ നിന്ന് പുക വലിച്ചാൽ ഇത്രയാ പൈസ ശിക്ഷ എടുക്കുന്നത്. കൊലക്കേസിന് വേറെ ശിക്ഷ, മർദ്ദനത്തിന് വേറെ ശിക്ഷ. ഈ കേസിൽ DIG എന്ത് ആക്ഷൻ എടുത്തു എന്ന് പബ്ലിക്കിന്റെ മുൻപിൽ പറയാൻ ഈ വാദം ഉന്നയിച്ച DIGയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. യു വിൽ ബി ആൻസറബിൾ. ഈ കേസിൽ 62,000 പ്രതികളില്ല, 5 പേരേ ഉള്ളൂ. ജനകീയവൽക്കരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞോ? ജനകീയവൽക്കരിക്കുന്നതാണെങ്കിൽ അംഗീകരിക്കാം. അവിടെയാണ് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞത് പയ്യന്നൂരിലെ സംഭവം രക്ഷാപ്രവർത്തനമാണ്. മുഖ്യമന്ത്രിയാണ് ജനകീയവൽക്കരിക്കുന്നത്, ഞങ്ങൾ ജനവൽക്കരിക്കുന്നില്ല. ഇതിൽ 4 പേരെന്താ ഇപ്പൊ കേസിൽ പറഞ്ഞിട്ടുണ്ട്. 5ാമത്തെ പേര് നിങ്ങളാ പറഞ്ഞത്. 62,000 പേരെ പ്രതികളാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ദോസ് ഹു ആർ അക്യൂസ്ഡ്, ദോസ് ഹു ആർ റെസ്പോൺസിബിൾ, അവരുടെ പേര് നടപടിയെടുക്കണം ഞങ്ങൾ പറഞ്ഞു. ഇല്ലല്ല, ഇന്നത്തെ വിഷയത്തിൽ ഇത് തന്നെ.